ആകാശത്തേക്ക് തലപൊക്കി നിൽക്കുന്ന പോക്കുഴൽ. ആ പോക്കുഴൽ വരുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ചെറിയൊരു തറ കണ്ട്, ആ തറ അതിൻ്റെ നമ്മൾ ലോക്ക് നോക്കുമ്പോഴത്തേക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്കുണ്ടോ ഇവിടെയാണ് വേസ്റ്റുകളൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം കത്തിച്ചതിന് ശേഷം പോകുന്ന പോക്കുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി തറയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുണ്ടോ ഇതിൽ ഇങ്ങോട്ടേക്ക് പോരുന്നു. നോക്കി, ഇവിടെ വന്നപ്പോൾ ഇതാണ്ട് ഒരു അലക്കുകല്ല്, ഒരു കല്ല് കരിങ്കല്ല് പതിപ്പിച്ചിട്ട് അതിനകത്ത് സിമെൻറ്റും ഒക്കെ തേച്ച് അലക്കുന്ന വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോള് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ അലക്കുകല്ല് നമ്മൾ കണ്ടല്ലോ. അടുത്ത് നമുക്ക് ഊരി പിഴിയുന്ന സ്ഥലം നമ്മൾ കണ്ടോ. ഇതൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കാനുള്ളതാണേ. അപ്പോൾ നമുക്ക് ആക്രാന്തം കൊണ്ട് നേരത്തെ പിഴിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ നല്ലൊരു അലക്കുകല്ല് വെള്ളം പിടിക്കാനായിട്ട് ഉള്ള പാത്രം കണ്ടോ, സിമെൻറ്റ് പാത്രവും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പൈപ്പ് കണക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കി അല്ല പല രീതിയിൽ ഈ ഒറ്റ പൈപ്പിൽ തന്നെ, അതാണ് എൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കണ്ടോ ആ വേസ്റ്റ് വെള്ളം പോകാനായിട്ടുണ്ട്. ഇതിലേ വന്ന് വേസ്റ്റ് വെള്ളം പോകും. ഇതിലേ തന്നെ കണ്ടോ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലേ കയറി ഈ വാൽവ് തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് പോകും. ഈ വാൽവ് പൂട്ടിയതിന് ശേഷം ഈ വാൽവ് തുറക്കുമ്പോൾ ഇതിലേ ചാടി ഇത് അലക്കല്ലിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ അതും കൂടെ കൂടിയിട്ട് ഈ വഴിക്ക് കൂടെ ചാടിപ്പോവും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു അലക്കുകല്ലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വാൽവ് തുറന്ന് വിടാനായിട്ട് പോകാം കേട്ടോ. അത് വാൽവ് തുറന്നു കണ്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൂട്ടിങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ പുറത്തേക്ക് വെള്ളം പോകും. ഇതുകൊണ്ടോ വെള്ളം പൊങ്ങിച്ച് നമ്മളിപ്പോൾ പണി കഴിഞ്ഞതായതുകൊണ്ടാട്ടോ ഇതിനകത്ത് കിടക്കുന്ന മണ്ണും മറ്റുമൊക്കെ വന്ന് കയറിയേക്കുന്നതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിത് പൂട്ടി കണ്ടോ നിറഞ്ഞ് വെള്ളം വന്ന് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, മണ്ണൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് അതിനകത്ത് കലങ്ങി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് നമ്മൾ തുറന്നു വിടുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ വിടുന്നു. ഇതിലെ വെള്ളം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോ വെള്ളം ഒഴുകി പോകുന്നു കണ്ടോ. അങ്ങനെയാണ് നമ്മുടെ പുതിയ അലക്കുകല്ല് 3.1 കണ്ടോ കത്തിക്കുന്ന പൈപ്പ്. ഓക്കെ, അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുള്ളൊരു അലക്കുകല്ലും അതിൻ്റെ സംവിധാനങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്.